സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര്. പക്ഷെ പണിക്കൂലി, HUID, ഹോൾസെയിൽ വില എല്ലാം നോക്കണേ. എല്ലാം നോക്കി. ഇനി അഡോറ മതി. അഡോറ ജ്വല്ലേഴ്സ്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറി, ഇക്കാണ്ടവാരി റോഡ്, തൃശൂർ, യൂണിറ്റ് ഓഫ് TCCom. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ സാമ്പത്തിക സഹായങ്ങൾ നൽകാതെ അവഗണിക്കുന്നതിന് എതിരെ CPIM സംഘടിപ്പിക്കുന്ന ഒറ്റപ്പാലം കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഷൊർണൂരിൽ മുണ്ടായ പരിസരത്ത് നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പല കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണ് മലയാളി. അതായത് ഐക്യരാഷ്ട്രസഭ അതിന്റെ മനുഷ്യ വികാസത്തിന് വേണ്ടി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഘടകം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നാണ് അതിന് പറയുക. മനുഷ്യ വികാസത്തിന്റെ സൂചികകൾ. ആ സൂചികകൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച മനുഷ്യ വികാസത്തിന്റെ സൂചികകൾ. ഒന്നാമത്തെ കാര്യം സാക്ഷരതയാണ്. സാക്ഷരത എന്ന് പറഞ്ഞാൽ അതിനും വിവക്ഷയില്ല. അവനവന്റെ ഭാഷയിൽ, സ്വന്തം ഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയുന്നവരൊക്കെ സാക്ഷരരാണ്. കേരളം ഒന്നാം സ്ഥാനത്താണ്. ഇവിടെ മലയാളിക്ക് എല്ലാവർക്കും സ്വന്തം ഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയാം. ഒരു ഭാഷ, അവനവന്റെ മാതൃഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയുന്നവരൊക്കെ സാക്ഷരരാണ്. 100% സാക്ഷരതയുണ്ട്. നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. സാക്ഷരത തന്നെ സ്ത്രീകളുടെ സാക്ഷരത, ഫീമെയിൽ ലിറ്ററസി, അതും മലയാളി കേരളത്തിൽ ഒന്നാം സ്ഥാനത്താണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം N നാരായണൻ അധ്യക്ഷത വഹിച്ചു. T മുരളീധരൻ സന്നിഹിതനായിരുന്നു. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് നയിക്കുന്ന ജാഥയിൽ 100 കണക്കിന് പ്രവർത്തകർ ജാഥ അംഗങ്ങളായി പങ്കെടുക്കും. 20-ാം തീയതി മുതൽ 22 വരെ പര്യടനം നടത്തുന്ന ജാഥ 25-ന് 10,000 പങ്കെടുക്കുന്ന പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തോടുകൂടി അവസാനിക്കും. ജാഥ ക്യാപ്റ്റന് വിവിധ സംഘടനാ നേതാക്കൾ ഹാരാർപ്പണം നടത്തി. നാളെ ഷൊർണൂർ ടൗണിൽ നിന്ന് പര്യടനം ആരംഭിച്ച് നാളെ കൊളപ്പുള്ളി, വാണികുളം, അരങ്ങനടി പര്യടനം പൂർത്തിയാക്കി വരോടാണ് സമാപിക്കുന്നത്. 21-ാം തീയതി അമ്പലപ്പാറ പഞ്ചായത്തിലെ ചെറുങ്ങാട് LCയിലെ വാണി വിലാസിനിയിൽ നിന്ന് ആരംഭിച്ച് പത്തിരിപ്പാലിലാണ് അന്നത്തെ ജാഥ സമാപിക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാൽ 22-ന് പഴയ ലക്കിടിയിൽ നിന്ന് ആരംഭിച്ച് മലശ്ശേരിയിലാണ് ജാഥ സമാപിക്കുക. ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് ജാഥ ഒറ്റപ്പാലം ഏരിയ പ്രദേശത്ത് പര്യടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. VCV ന്യൂസ്, ഷൊർണൂർ.